പ്രൈസ് ദി ലോർഡ്. കടന്നുവന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ അനുഭവിക്കുന്ന വലിയ ദൈവസാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. പിന്നെയും നമ്മൾ എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ കുറച്ച് സമയം കൂടെ മഹത്വപ്പെടുത്തും. അതിനു മുമ്പ് നമുക്കൊരു വേദഭാഗം വായിക്കാം. 106 സങ്കീർത്തനം നമുക്കൊന്ന് തുറക്കാം. 106 സങ്കീർത്തനം, അതിൻ്റെ 1ഉം 2ഉം വേദഭാഗങ്ങൾ നമ്മൾ ഒന്നിച്ചൊന്ന് വായിക്കുകയാണ്. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവയുടെ വീര്യപ്രവൃത്തികളെ ആർ വർണ്ണിക്കും, അവൻ്റെ സ്തുതിയൊക്കെയും ആർ വിവരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പൽക്കാലം നമ്മൾ കടന്നു വന്നത് കർത്താവിൻ്റെ സ്തുതിയെ വർണ്ണിക്കാനാണ്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് കർത്താവിന് നന്ദി കരയറ്റാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ സാറിന് പറയാറുള്ളത്, ഞായറാഴ്ച ആരാധനയുടെ നമ്മുടെ പ്രധാന ഭാഗം കർത്താവിന് മഹത്വം കൊടുക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. സാറ്റർഡേ നമുക്ക് ഡെലിവറൻസ് മീറ്റിംഗ് ഉണ്ട്, മറ്റിട മീറ്റിങ്ങുകൾ, പല ഹല്ലേലൂയ കൂട്ടായ്മകൾ നമുക്കുണ്ട്. പക്ഷേ സൺഡേ നമ്മുടെ ഏറ്റവും പ്രധാനം കർത്താവിന് നന്ദി കരയറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് വന്നിരിക്കുമ്പോൾ മുതൽ കർത്താവിന് സ്തോത്രം ചെയ്യാനായിട്ട് നമ്മൾ ഇടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് യഹോവയെ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ. അപ്പൊ സങ്കീർത്തനങ്ങൾ മുഴുവനും 150 നമ്മൾ നോക്കിയാൽ പല സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വാക്യം പറയുന്നത് കർത്താവിനെ സ്തുതിപ്പീൻ എന്നാ. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനങ്ങളിലെ കൂടുതൽ ഭാഗങ്ങളും കർത്താവിന് മഹത്വം കൊടുക്കുന്ന ഹല്ലേലൂയ വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്, അല്ലേ? ഹല്ലേലൂയ. അപ്പൊ കർത്താവിനെ പ്രൈസ് ചെയ്യുമ്പോഴാണ് ഹല്ലേലൂയ പ്രസൻസ് വെളിപ്പെടാനിടയാകുന്നത്. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ കൂടെ എത്രയോ സഹായവും കൂടാം, അല്ലേ? അല്ലേ? ഇതിൻ്റെ അകത്ത് കടന്നു വന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒത്തിരി മെസ്സേജുകൾ, ഞങ്ങളെക്കാളൊക്കെ ശക്തരായ ദേവദാസന്മാരുടെ മെസ്സേജുകളൊക്കെ ഇന്ന് അല്ലേ ഓൺലൈനിൽ ഇഷ്ടം പോലുണ്ട്. നമുക്ക് വീട്ടിലിരുന്ന് ഒരു മെസ്സേജ് കേട്ട് പ്രൈസ് ദി ലോർഡ് അല്ലേ സ്തോത്രം ചെയ്താൽ പോരെ. എന്തിനാ ഈ ബുദ്ധിമുട്ടി ഈ ആരാധനയ്ക്ക് വരുന്നത്? അല്ലേ ഇവിടെ കടന്നു വരുന്ന ദൈവമക്കൾക്ക് അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ വന്നൊന്നിച്ച് കർത്താവിനെ സ്തുതിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന ഒരു പ്രസൻസ് ഉണ്ട്. ആ പ്രസൻസിനാണ് നമ്മളെ ഡെലിവറി ചെയ്യാൻ കഴിയുന്നത്. ആ പ്രസൻസിനാണ് നമ്മളെ ബ്ലെസ് ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ, നിവർത്തിയുള്ളിടത്തോളം 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിവുണ്ടെങ്കിൽ കടന്നു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താനായിട്ട് ഇടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പൽക്കാലം നമ്മൾ അനുഭവിക്കുന്ന വലിയ ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യാം. 2ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, യഹോവയുടെ വീര്യപ്രവൃത്തികളെ ആ വർണ്ണിക്കും, അവൻ്റെ സ്തുതിയൊക്കെയും ആർ വിവരിക്കും. ദൈവമക്കളെ, അല്ലെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ ഉപകാരങ്ങളും ഓർത്ത് നമ്മൾ സ്തുതിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. നമുക്ക് തരുന്ന ആരോഗ്യമോർത്ത്, വിദ്യാഭ്യാസമോർത്ത്, ജോലിയോർത്ത്, നന്മകളോർത്ത്, തലമുറകളെ ഓർത്ത്, ഹല്ലേലൂയ, ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന നന്ദിയുള്ള ഹൃദയം നമുക്കുണ്ടാകണം. ഇസ്രായേൽ ജനത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം നന്ദി. പലപ്പോഴും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്ത വലിയ ഉപകാരങ്ങൾ അവർ മറന്നുപോയി എന്നുള്ളതാണ്. ഹല്ലേലൂയ. 6 ലക്ഷത്തോളം ആൾക്കാർ ഇറങ്ങിത്തിരിച്ചല്ലേ. പ്രൈസ് ദി ലോർഡ്. പലരും മരുഭൂമിയിൽ പെട്ടുപോയി. അല്ലെ ചുരുക്കം പേർ മാത്രമേ അല്ലെ അക്കരെ എത്തിയുള്ള കാര്യം അല്ല. പലപ്പോഴും നന്ദിയില്ലാത്ത ഹൃദയം കൊണ്ട് മാത്രം. നന്ദിയില്ലാത്ത ഹൃദയം വരുമ്പോഴാണ് അല്ല അവിശ്വാസവും ഭയവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, പുറവുറുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ, കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ദൈവം ഹല്ലേലൂയ ഒന്നും അല്ലെങ്കിൽ അല്ല ഈ കർത്താവിൻ്റെ രക്ഷ നമ്മുടെ ഉള്ളിൽ നൽകി നിത്യജീവന ദൈവം അവകാശിയാക്കിയല്ലോ. സ്തോത്രം. എത്ര വലിയ ഭാഗ്യമാതല്ലേ. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ ഉപകാരങ്ങളെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. അതിന് 21, 22 വാക്യങ്ങൾ വായിച്ചാൽ നമുക്കറിയാം ഇസ്രായേൽ ജനത്തിന് വന്നത്. അല്ലേ, മിസ്രൈമിൽ വലിയ കാര്യങ്ങളും ഹാമിൻ്റെ ദേശത്ത് അത്ഭുത പ്രവൃത്തികളും ചെങ്കടലിൽ ഭയങ്കര കാര്യങ്ങളും ചെയ്തവനായി തങ്ങളുടെ രക്ഷിതാവായ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. അതേ നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൻ്റെ അതേ 21ാം വാക്യത്തിൽ പറയുക, മിസ്രൈമിൽ ചെയ്ത കാര്യങ്ങൾ. ഹാമിൻ്റെ ദേശം എന്ന് പറഞ്ഞാൽ മിസ്രൈമിൻ്റെ മറ്റൊരു പേര് അവിടെ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം മിസ്രൈമിൽ വെച്ച് അല്ല ദൈവജനത്തിനു വേണ്ടി ദൈവം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തല്ലേ. 10 ബാധകൾ വരുത്തി. പ്രൈസ് ദി ലോർഡ്. എന്തെല്ലാം അത്ഭുതങ്ങൾ അവിടെ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് അവരെ വിടുവിച്ച വിധങ്ങൾ മരുഭൂമിയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ അല്ലെ ബുദ്ധിമുട്ടിൻ്റെ അകത്ത് അവർ മറന്നുപോയി. പ്രൈസ് ദി ലോർഡ്. അതിനേക്കാൾ വലുതവരെ ചെങ്കടലിനെ വിഭാഗിച്ചു, അല്ലേ? ആ ചെങ്കടലിൽ ഭയങ്കര കാര്യങ്ങൾ ചെയ്തവനായി തങ്ങളുടെ രക്ഷിതാവായ ദൈവത്തെ അവർ മറന്നു.
ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കാൻ ഇടയാകരുത്. ഹല്ലേലൂയ. നമ്മുടെ തലമുറകൾ മറക്കാൻ ഇടയാകരുത്. നമ്മുടെ തലമുറകൾ മറക്കുന്നത് എങ്ങനെയാ? നമ്മളത് പറയാതിരിക്കുമ്പോഴാ, അല്ലേ? ഹല്ലേലൂയ. ദൈവം ചെയ്ത ഉപകാരങ്ങൾ നമ്മുടെ തലമുറകളിലേക്ക് കൈമാറിയാൽ നമ്മുടെ തലമുറകളും ഈ നടത്തിയ ദൈവത്തെ ഫോളോ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിനു വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഇത് അതിന്റെ തൊട്ടു മുമ്പ് എഴുതിയിട്ടുണ്ട്, യോശുവ 110 വയസ്സുള്ളവനായി മരിച്ചു. അവനെ അടക്കം ചെയ്ത കാര്യം അവിടെ എഴുതി. എന്നിട്ടാണ് പറയുന്നത്, പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാർ. അപ്പം യോശുവയുടെ കാലത്തുണ്ടായിരുന്ന തലമുറ, അവർ ദൈവത്തെ അറിഞ്ഞു, ദൈവം നടത്തിയ വഴികളെ കണ്ടു, ദൈവം പിതാക്കന്മാരോട് പറഞ്ഞ വാഗ്ദത്തം യോശുവ വീതം ചെയ്ത് അവരുടെ കയ്യിൽ കൊടുത്തു. അവർ അതിൽ പാർത്തു, അല്ലേ? സ്തോത്രം. എന്നിട്ട് യോശുവയുടെ കാലത്തും യെരിഹോ മതിൽ തകർത്ത്, ഹല്ലേലൂയ, അവർക്ക് കീഴടക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തത് ആ തലമുറ കണ്ടു. അതിനുശേഷം യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം വരുമ്പോൾ 3-ാം അധ്യായത്തിൽ യോർദാനെ വിഭാഗിച്ച് അക്കരെ കടത്തി. 4-ാം അധ്യായത്തിൽ പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ യോർദാൻ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ഗോത്ര സംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ലെടുക്കണം. എന്തിനു വേണ്ടിയാ? അത് അടുത്ത തലമുറ കല്ല് കണ്ടിട്ട് ചോദിക്കും, ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ദൈവം യോർദാൻ പിളർന്നവരെ അടയാളമായി അവരെ കാണിക്കാൻ ഇത് എടുക്കണം, ഇത് നാട്ടണം എന്നൊക്കെ യോശുവ ദൈവാത്മാവ് വിളിച്ചു പറഞ്ഞു. ഇതൊക്കെ ചെയ്തു. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നു, യോശുവ 110 വയസ്സുള്ളവനായി തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു. പക്ഷേ അടുത്ത തലമുറ, ആ തലമുറ പിന്നെ ആ തലമുറയൊക്കെ തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. ആ തലമുറയ്ക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ദൈവം മോശയിലൂടെ കൽപ്പന കൊടുക്കുമ്പോഴും പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ തലമുറകളിലേക്ക് ഇത് കൈമാറ്റം ചെയ്യണം, ഇത് അവരെ വായിച്ചു കേൾപ്പിക്കണം, ഇത് അവരുടെ ഹൃദയത്തിൽ പതിയണം എന്ന് പറഞ്ഞ ദൈവം നിയമങ്ങളും ഹല്ലേലൂയ കൽപ്പനകളും ഒക്കെ ജനത്തിന് കൊടുത്തത്. പക്ഷേ തലമുറകൾ വന്നപ്പോൾ ദൈവത്തെ അറിയാതെ മാറിപ്പോയ തലമുറകളെ നമ്മളവിടെ കാണാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നിയമങ്ങളെല്ലാം കൊടുക്കുമ്പോൾ പറയുന്നത് അടുത്ത തലമുറകളിലേക്ക് അത് കൈമാറ്റം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ 22-ാം അധ്യായത്തിൽ യേശുവിൻ്റെ കഷ്ടാനുഭവത്തെയൊക്കെ കുറച്ച് ദാവീദ് പറഞ്ഞിട്ട് അവസാനം എഴുതി നിർത്തുന്നത് ഇങ്ങനെയാ, ഒരു സന്തതി അവനെ സേവിക്കും, വരുന്ന തലമുറയോട് യഹോവയെക്കുറിച്ച്, അവർ വന്ന് ജനിപ്പാനിരിക്കുന്ന തലമുറകളോട്. അവിടെ നോക്കിയാൽ എത്ര ജനറേഷനാ, അല്ലേ? ഹല്ലേലൂയ. അവർ വന്ന് ജനിപ്പാനിരിക്കുന്ന തലമുറകളോട് ഇത് കൈമാറ്റം ചെയ്യണം, കൈമാറ്റം ചെയ്യണം. ഇന്ന് പൽക്കാലം തീരുമാനം എടുക്കുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തത്, നമ്മളെ നടത്തിയത്, ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം നടത്തിയതെല്ലാം, പ്രൈസ് ദി ലോർഡ്, അടുത്ത തലമുറകളോട് ദൈവത്തെക്കുറിച്ച് കൈമാറ്റം ചെയ്യുവാൻ, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ, അവൻ്റെ കൽപ്പനകളെ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ഉപദേശങ്ങളെ, നാം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെ, ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പളിനെ അടുത്ത തലമുറയോട് കൈമാറ്റം ചെയ്യാൻ ദൈവം നമുക്ക് ആ ഉത്തരവാദിത്വം പരമേൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ തലമുറകളൊന്നും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ഇടയാക്കത്തില്ല. ദാവീദിന് അവൻ രാജാവായിരുന്നെങ്കിലും ദാവീദിന് ഭയങ്കര ഒരു ഭയം ഉണ്ടായിരുന്നു. ദാവീദിൻ്റെ തലമുറകൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമോ എന്നുള്ളൊരു ഭയം ദാവീദിനുണ്ടായിരുന്നു. ശലോമോന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആ ഭാഗങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. എന്നാൽ 1 രാജാക്കന്മാർ 11-ാം അധ്യായം ജസ്റ്റ് ഒന്ന് എടുത്തേരെ. 1 രാജാക്കന്മാർ 11-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് എടുത്തേരെ. ഹല്ലേലൂയ. ഈ ദിനവൃത്താന്ത പുസ്തകം അവസാന ഭാഗം, 1 ദിനവൃത്താന്തം എടുക്കേണ്ട ഭാഗം ഞാൻ തന്നെ പറഞ്ഞു പോകാം. ദിനവൃത്താന്തം 1-ന്റെ ലാസ്റ്റ് ഭാഗങ്ങൾ വരുമ്പോൾ ദാവീദ് ശലോമോന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഇവൻ്റെ ഹൃദയം ദൈവസന്നദ്ധിയിൽ ഏകാഗ്രമാകണമേ എന്ന് ദാവീദ് ശലോമോന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ കൊടുത്തിട്ടുണ്ട്, അല്ലേ?
എന്നാൽ ശലോമോൻ എന്തു പറ്റി? എങ്ങനെയെന്നാൽ ശലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ അന്യദേവങ്ങളിലേക്ക് വശീകരിച്ചു. അവൻ്റെ ഹൃദയം അവൻ്റെ അപ്പനായ ദാവീദിന്റെ ഹൃദയം പോലെ തൻ്റെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല. മതിമോനെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ശലോമോന് ബുദ്ധി ഉണ്ടായിരുന്നു, ജ്ഞാനം അവൻ ചോദിച്ചു, അല്ലേ? ദൈവം ജ്ഞാനം മാത്രമല്ല സമ്പത്തും എല്ലാം അവൻ്റെ മുമ്പിൽ തുറന്നു. പക്ഷേ ഹല്ലേലൂയ, ദാവീദിന്റെ മകനായ ശലോമോന്, ഹല്ലേലൂയ, ദാവീദ് ഭയപ്പെട്ട് 1, 2, 3 സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ, ദാവീദിന് ഭയമുണ്ടായിരുന്നു ശലോമോന്റെ ഹൃദയം ഏകാഗ്രമാകാതെ പോകുമെന്ന്. കാര്യം ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നു, ഇവൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമാകണമേ എന്ന്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി ഉണ്ടാകാം, കഴിവുകളുണ്ടാകാം, പല കാര്യങ്ങളുണ്ടാകാം, പക്ഷേ അവരുടെ ഹൃദയം ദൈവത്തെങ്കിൽ ഏകാഗ്രമായില്ലെങ്കിൽ വല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അല്ലെ, നമ്മുടെ ഹൃദയങ്ങൾ സോഷ്യൽ മീഡിയ, അല്ലെ അതിൻ്റെ ഒത്തിരി അല്ലെ ഉപയോഗങ്ങൾ, കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഹൃദയം ഏകാഗ്രമാക്കിയ എത്ര തലമുറകളുണ്ട്. ഹല്ലേലൂയ. നാം പോലും ദൈവസന്നിധി വന്നിരിക്കുമ്പോൾ പല ചിന്തകളിലൂടെയാണ് പലപ്പോഴും ദൈവസന്നിധി കടന്നു വരുന്നതെങ്കിൽ അതിനെല്ലാം ഒരു മാറ്റം വന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയം, ദൈവത്തിൽ ഫോക്കസ് ചെയ്യുന്ന സമയം ഏകാഗ്രതയോടെ. ദാവീദിനോടൊക്കെയുള്ള ദൈവത്തിൻ്റെ വലിയ വാഗ്ദത്തമായിരുന്നു, നിന്റെ തലമുറയിൽ ഒന്നുപോലും ഇതിൻ്റെ ഈ സിംഹാസനത്തിൽ ഇരിക്കാതെ വരില്ലെന്നൊക്കെ പറയുന്ന വലിയ ദൈവീയ വാഗ്ദത്തങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ഒത്തിരി പ്രോമിസ് കേട്ടവരല്ലേ? ഞാൻ പണ്ട് പറഞ്ഞ പോലെ ദൈവം ഒരു ദൂത് നമ്മളോട് പറയുമ്പോൾ 2 കണ്ടീഷനാണ് വെക്കുന്നത്. ഒന്ന്, കർത്താവിൻ്റെ വരവ് നടന്നില്ലെങ്കിൽ അത് സംഭവിക്കും. കാര്യം ഏത് സമയം കർത്താവിൻ്റെ വരവ് നടക്കാം. 2, നീ ഈ കൽപ്പന പ്രമാണിച്ച് നിന്നാൽ. ഇത് 2 കാര്യം പ്രവാചകന്മാർ എപ്പോഴും എടുത്തു പറയില്ല. കാര്യം അത് ബേസിക് സംഭവമാണ്. ഈ 2 കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ അടുത്തത് നടക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദാവീദിനോട് ദൂത് പറഞ്ഞപ്പോഴും അങ്ങനെ തന്നെയാ കണ്ടീഷൻ. നിന്റെ തലമുറ ഇതിൽ നിന്നാൽ, ഈ വചനത്തിൽ നിന്നാൽ, എങ്കിൽ ഏകാഗ്രമായെങ്കിൽ എന്നൊരു കണ്ടീഷൻ എടുത്ത് ഹൈഡ് ചെയ്തതുണ്ട്. അത് ദൈവത്തിൻ്റെ കോമൺ ആയതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ശലോമോന്റെ കാര്യത്തിൽ നമുക്കറിയാമല്ലോ, അവൻ്റെ ഹൃദയം ഏകാഗ്രമായില്ല. അവന് ഇസ്രായേലിൻ്റെ 12 ഗോത്രത്തിൻ്റെയും ചുമതല തൻ്റെ മകൻ രെഹബെയാമിലോട്ട് കൈമാറ്റം ചെയ്യാൻ കഴിഞ്ഞില്ല. കാര്യം 2 ഗോത്രം മാത്രം ശലോമോന്റെ മകന് ലഭിച്ചുള്ളൂ. മറ്റേത് ദാസന്റെ മക്കൾ അല്ലേ, ദാസൻ കൊണ്ടുപോയി. 10 ഗോത്രത്തിന് അവൻ തലവനായി തീർന്നു. അവൻ്റെ മേലുള്ള വലിയ പ്രോമിസ് ശലോമോന്റെ ഭരണത്തോടുകൂടി ഇസ്രായേൽ ജനത്തിന് നഷ്ടപ്പെട്ടു, അല്ലേ? ഒന്നിച്ച് ഭരിക്കുക എന്നുള്ളത് എന്ന് പറയുന്നത് പോലെ ഹല്ലേലൂയ, നമ്മൾ ദൈവസന്നിധി ഏകാഗ്രതയോടെ ആയിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ തലമുറയെ ദൈവത്തിന് വേണ്ടി നേടുവാൻ പ്രാർത്ഥിക്കുക മാത്രമല്ല, അവരെ വിദേശത്തിൽ ദൈവം ചെയ്ത ഉപകാരത്തിൽ ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിളിൽ നിർത്താനുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ശാന്തമായി ദൈവസന്നിധി പറയുമ്പോൾ തന്നെ ദൈവമക്കളെ ഒരു തീരുമാനത്തോടെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കണം. ഒരു തീരുമാനത്തോടെ ഹല്ലേലൂയ ദൈവസന്നിധിയിലായിരിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ICFന്റെ ഒരു മീറ്റിങ്ങിന്, ICF ക്രമീകരിച്ച CGF ലീഡേഴ്സിൻ്റെ ഒരു മീറ്റിങ്ങിന് കടന്നുപോയി. അവിടെ കേട്ട പല കാര്യങ്ങളും ഹൃദയത്തെ വേദനിപ്പിച്ചു. കണ്ണ് നിറഞ്ഞ് ഞങ്ങൾ കരയാനിടയായി തീർന്നു. ഇന്നത്തെ ആത്മമണ്ഡലത്തിൽ, പ്രത്യേകിച്ച് UAE കേട്ടുകേൾവി പോലും ഇല്ലാത്ത മേഖലകളിൽ തലമുറകൾ വഴിതെറ്റിപ്പോകാൻ തുടങ്ങിയ യൂത്ത് ക്യാമ്പിനൊക്കെ അവർ വന്ന് പേഴ്സണൽ കൗൺസിലിങ്ങിനൊക്കെ ചെയ്യുമ്പോൾ പുറത്ത് പറയാൻ കഴിയാത്ത പല വേദനിപ്പിക്കുന്ന സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ തലമുറകളെ ഓർത്ത് കരയാൻ ഹല്ലേലൂയ ഒരു വലിയ ആത്മഭാരം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാനായിട്ട് ഇടയായി തീരണം. വലിയൊരു ആത്മഭാരം ഉണ്ടാകുവാൻ ഇടയായി തീരണം. നമ്മൾ വായിച്ച ആ ഭാഗത്തിൻ്റെ താഴോട്ടുള്ള വേദഭാഗം 21 മുതലുള്ള വേദഭാഗങ്ങളൊന്ന് വായിച്ചേ. ഹല്ലേലൂയ. 21 മുതലുള്ള മിസ്രൈമിൽ വലിയ കാര്യങ്ങളും ഹാമിൻ്റെ ദേശത്ത് അത്ഭുത പ്രവൃത്തികളും ചെങ്കടലിൽ ഭയങ്കര കാര്യങ്ങളും ചെയ്തവനായി തങ്ങളുടെ രക്ഷിതമായ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. ആകയാൽ അവരെ നശിപ്പിക്കുമെന്ന് അവൻ അരുളി ചെയ്തു. അവൻ്റെ വൃതനായ മോശ കോപത്തെ ശമിപ്പിപ്പാൻ അവൻ്റെ സന്നദ്ധിയിൽ പിളർപ്പിൽ നിന്നില്ലെങ്കിൽ അവനവരെ നശിപ്പിച്ചു കളയുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ദൈവത്തിൻ്റെ ഡിസിഷനെ മാറ്റാൻ കഴിയുന്നത് നമ്മുടെ മധ്യസ്ഥതയാണ്.
പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു തലമുറയുടെ ഹല്ലേലൂയ മേലുള്ള ദൈവകോപത്തെ ശമിപ്പിക്കാൻ ഹല്ലേലൂയ നമ്മുടെ മധ്യസ്ഥതയ്ക്ക് കഴിയും. അത് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒരുപോലെ സത്യമായ കാര്യങ്ങളാണ്. ഈ ദിവസങ്ങളിൽ മധ്യസ്ഥതയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറായാൽ അടുത്തൊരു തലമുറയുടെ മേൽ ദൈവകോപം വരാതെ അവരെ സേവ് ചെയ്യാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരും. ഹല്ലേലൂയ. ഈ മോശയുടെ സംഭവം നമുക്കറിയാം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ നമ്മളിത് വായിക്കുന്നു. 32-9 വാക്യം ഞാൻ തന്നെ വായിക്കാം. ഞാൻ ഈ ജനത്തെ നോക്കി അത് ദുസ്സാഠ്യമുള്ള ജനമാകുന്നു എന്ന് കണ്ടു. അതുകൊണ്ട് എൻ്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ചു. ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കാം എന്ന് യഹോവ മോശയോട് അരുളി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. മോശയ്ക്ക് ലഭിക്കുന്ന വലിയൊരു ഓഫറാ അല്ലേ? പ്രൈസ് ദി ലോർഡ്. ദൈവം ആദിയിൽ ആദാം ഹവ്വ ദമ്പതികളെ ഏദെൻ തോട്ടത്തിലാക്കിയിട്ട് അവരെ അനുഗ്രഹിച്ചു. സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവീൻ, ഇതിന്മേൽ വാഴുവീൻ എന്ന് പറഞ്ഞാക്കിയ പദ്ധതികൾ മാറിയെങ്കിലും ദൈവം അന്ന് അവർക്ക് കൊടുത്തൊരു ബ്ലെസ്സിങ് പോലെ. അതിനുശേഷം ജനമെല്ലാം പാവം ചെയ്തപ്പോൾ ദൈവം ഒരു കുടുംബത്തെ തെരഞ്ഞെടുത്തല്ലേ, നോഹയും കുടുംബത്തെ. എന്നിട്ട് നോഹയോട് പറയുന്നുണ്ട്, ഇതേ പദമാണ് പറയുന്നത്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവീൻ വാഴുവീൻ എന്ന് പറഞ്ഞ് നോഹയുടെ കുടുംബത്തെ അനുഗ്രഹിച്ചാക്കി വെക്കുവാനിടയായി തീർന്നു. പ്രൈസ്. പിന്നെ ഈ ജനമൊന്നും പിന്നെയും ദൈവപാതയിൽ നടക്കുന്നില്ല. അന്നേരം ദൈവം വിചാരിച്ചു എന്ന് ഇവരെ കൊന്നുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. എന്താ വഷളത്വമുള്ള ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ദൈവം ഒരു വാഗ്ദത്ത പ്രകാരം ഒരുവിനെ പൊക്കിയെടുത്തവനാണ് അബ്രഹാം അല്ലേ? അബ്രഹാമിനോട് ഒത്തിരി വാഗ്ദത്തങ്ങൾ ദൈവം കൊടുത്തു. അബ്രഹാമിൻ്റെ സന്തതികൾ ഹല്ലേലൂയ പെരുകുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ മിസ്രൈമിൽ അവർ കടന്നുപോയി അടിമകളായി കഷ്ടം അനുഭവിച്ചെങ്കിലും അവർ വർദ്ധിച്ചു. സ്തെഫാനോസ് വിളിച്ചു പറയുന്നത്, അന്ന് മിസ്രൈമിൽ വന്ന നമ്മുടെ പിതാക്കന്മാർ 75 പേരായിരുന്നു. അതാ പിന്നെ 6 ലക്ഷമായിട്ട് പുറത്ത് വന്നത്. പ്രൈസ് ദി ലോർഡ്. പെരുകി അവിടെയും. അതിന് ശേഷമാണല്ലോ മോശയാണല്ലോ ഒരു വിടിയിച്ച് കൊണ്ടുവരുന്നത്. അതിന് ശേഷം വന്നപ്പോൾ ഈ ജനം പിന്നെയും പാവം ചെയ്തപ്പോൾ ദൈവം മോശയുടെ ഒക്കെ ഒരു കണ്ടീഷൻ വെക്കുക. അവർക്ക് കൊടുത്ത പോലൊരു വാഗ്ദത്തം അല്ലേ, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കാം, എന്നെ വിടുക, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കാം. അബ്രഹാമിനോട് പറഞ്ഞതുപോലൊരു ഓഫർ മോശയുടെ മുമ്പിൽ വെച്ചപ്പോൾ മോശയ്ക്ക് അതല്ല വേണ്ടത്. മോശ അത് ഏറ്റെടുത്തില്ല. മോശ ഏറ്റെടുത്തിരുന്നെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ പലതും സംഭവിക്കാമായിരുന്നു. മോശ ഏറ്റെടുത്തില്ല. ആ 32 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേരും മായ്ച്ചു കളയണമേ. ഹല്ലേലൂയ. യഹോവ മോശയോട്, നിന്നോട് പാപം ചെയ്തവൻ്റെ പേർ ഞാൻ, എന്നോട് പാപം ചെയ്തവൻ്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. ഹല്ലേലൂയ. അപ്പം മോശ ഇടിവിൽ നിന്ന് പറയുക, എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളയണമേ. അല്ലെ, എന്നോട് പാപം ചെയ്തതിൻ്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. അപ്പം മോശ എന്നൊരു മനുഷ്യൻ ഇടിവൽ നിൽക്കാൻ ഇടയായി തീർന്നുകൊണ്ട് ഇസ്രായേൽ ജനം നശിച്ചു പോകാതെ ദൈവം അവരെ സേവ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നശിച്ചു പോകുന്നവർക്ക് വേണ്ടി ഇടിവൽ നിൽക്കാൻ ഒരു തലമുറയെ ദൈവം അന്വേഷിക്കുക. ഈ ദൈവിക പ്രസൻസിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ നാളുകളെക്കാൾ കൂടുതൽ മധ്യസ്ഥ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു തീരുമാനം ചിലരുടെയെങ്കിലും ഹൃദയത്തിൽ ഏറ്റെടുത്താൽ ഇന്നത്തെ ഈ മീറ്റിംഗ് ധന്യമാകുവാനിടയായി തീരും. ഒരു തീരുമാനത്തോടെ മടങ്ങിപ്പോവാൻ ദൈവം ഇടയാക്കട്ടെ. വരുന്ന തലമുറയോട് ഞാൻ യഹോവയെ കുറിച്ച് കീർത്തിക്കും. ഹല്ലേലൂയ. ആ ഭക്തനായ മോശ ഇടിവിൽ നിന്നപ്പോൾ മോശയുടെ ജീവിതത്തിൽ ബലഹീനതകളൊക്കെ ഉണ്ടായി അല്ലേ? ഇസ്രായേൽ ജനത്തിൻ്റെ പുറപ്പ് നിമിത്തം അല്പം ടെൻഷനും കാര്യങ്ങളും ഒക്കെ കോപവും ഒക്കെ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. പക്ഷേ ദൈവം നീതിയായ ന്യായാധിപതി ആയതുകൊണ്ട് ദൈവം ഒരിക്കൽ മോശയോട് പറഞ്ഞു, മോശേ കാലേബും യോശുവയും പഴയ ജനറേഷൻ അവരേ ഉള്ളൂ കയറുന്നത്, പക്ഷേ നിനക്ക് ആ കനാനിലേക്ക് കയറാൻ കഴിയില്ല, നീ വേണമെങ്കിൽ ദൂരെ നിന്ന് കണ്ടു. മോശയുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയില്ല അല്ലേ? പ്രൈസ് ദി ലോർഡ്. ആ മോശ കാര്യം ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടാം എന്നുള്ള ഒരു പദവിയിൽ നിന്നാണ് ദൈവമുഖം അന്വേഷിച്ച് ഇറങ്ങി തിരിച്ചത്. മോശയെ ദൈവം കൈവിട്ടില്ല. പ്രൈസ് ദി ലോർഡ് അല്ലേ? ആ പ്രതിസന്ധിയുടെ മുൻപിൽ ഒന്നും ദൈവം മോശയെ കൈവിട്ടില്ല. കാര്യം ഹല്ലേലൂയ,
അവൻ്റെ ആ ബോഡി അവൻ ആ ഈജിപ്തിലായിരുന്നെങ്കിൽ ഇന്നും മോശയുടെ ബോഡി അവിടെ കണ്ടേനേയും. കാര്യം ഇന്നും മമ്മികളായിട്ട് ഒത്തിരി ഡെഡ് ബോഡികൾ സൂക്ഷിക്കുന്നവരാണ് മിസ്രൈമികൾ, അല്ലേ? പ്രത്യേകിച്ച് അവിടുത്തെ ഫറോമാരുടെ എല്ലാം പ്രധാനപ്പെട്ട ആൾക്കാരുടെ ഡെഡ് ബോഡികൾ ഇന്നും അവിടെയുണ്ട്. അതുപോലൊരു ഡെഡ് ബോഡിയായി മോശയുടെ ശരീരം അവിടെ ഇരിക്കാമായിരുന്നു. അതുകൊണ്ടാകാം ദൈവം ബോഡി പോലും അവർക്ക് വിട്ടുകൊടുത്തില്ല. ദൈവം തന്നെ മോശയുടെ അടക്കം നടത്തി, അല്ലേ? മോശയോട് അവസാന ദിവസം ദൈവം പറഞ്ഞു, ഈ ഉയർന്ന മലയുടെ മേളിൽ ഇവിടെ നിന്നാൽ അല്ലിയ കനാൻ നാട് മുഴുവനും കാണത്തക്ക ഉയരത്തിലുള്ള മലയുടെ മേളിലോട്ട് കയറിപ്പോരും മോനെ. മോശ അവിടെ കയറി കേട്ടോ. ഹല്ലേലൂയ. അന്നും ആ മരിക്കുന്ന അവസാന ദിവസവും ഒരു മലയുടെ മുകളിൽ കയറാനുള്ള ആരോഗ്യം, അവൻ്റെ ദേഹബലം ക്ഷയിച്ചില്ല, അവൻ്റെ കണ്ണും മങ്ങിയില്ല എന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ട്. എന്തൊരു ഭാഗ്യം, അല്ലേ? ഹല്ലേലൂയ. അവസാന ദിവസം വരെ പൂർണ്ണ ആരോഗ്യത്തോടെ അവൻ മലയുടെ മുകളിൽ കയറി. അവൻ അവിടെ നിന്ന് ദൂരെയുള്ള കനാൻ നാട് അവൻ കണ്ടു. ഓ ഹല്ലേലൂയ. അവിടെ വെച്ച് അവൻ മരിച്ചെങ്കിലും അവൻ്റെ ബോഡി വിട്ടുകൊടുക്കാതെ ദൈവം തന്നെ അവനെ അടക്കം ചെയ്യാനിടയായി തീർന്നു. മോശ കനാൻ നാട്ടിൽ ചവിട്ടിയോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള മറുപടി അവൻ ചവിട്ടി. ഹല്ലേലൂയ. ഒരിക്കൽ യേശു ഹല്ലേലൂയ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ 3 പേരെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഉയരമുള്ളൊരു മലയുടെ മേളിൽ പോവുക. അതിനെ നമ്മൾ മറുരൂപ മലയെന്ന് വിളിക്കും, അല്ലേ? ഹല്ലേലൂയ. ആ മലയുടെ മുകളിൽ വെച്ച് ഹല്ലേലൂയ പട്ടിയായ ദൈവസാന്നിധ്യം പ്രസൻസ് അനുഭവിച്ച രൂപാന്തരപ്പെട്ട സമയത്ത് പ്രൈസ് ദി ലോർഡ് ഈ മോശ അവിടെ നിൽക്കുക. കനാൻ നാട്ടിലെ ദൈവം വാഗ്ദത്തം പറഞ്ഞ ആ മറുരൂപമലയുടെ അവിടെ കാലി ചവിട്ടി മോശയും ഏലിയാവും അവിടെ നിന്നു. അവർ പറയുന്നതോ യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള കഷ്ടാനുഭവത്തെക്കുറിച്ചുള്ള വലിയ മർമ്മങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മോശയെ മധ്യസ്ഥ അണയ്ക്കുന്നവനെ മാനിക്കുന്ന ദൈവമുണ്ട്. അവരുടെ തലമുറകളെ മാനിക്കുന്ന ദൈവമുണ്ട്. ഏതു പ്രതിസന്ധിയിലും കൈവിടാതെ നിർത്തുന്ന ദൈവത്തിൻ്റെ ആ കൃപയ്ക്കായി, ദയക്കായി, വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അങ്ങനെ പാപം ചെയ്യുന്നവൻ്റെ പേര് ദൈവം മായ്ച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. മായ്ച്ചു കളയും. ഇന്ന് ഒത്തിരി ഹല്ലേലൂയ തിയോളജീസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. തലമുറകൾ വഷളാകാൻ ഒരു സൈഡിൽ ഹല്ലേലൂയ അങ്ങനെയൊക്കെ ഉപദേശങ്ങൾ, അല്ലേ? ഹല്ലേലൂയ ഗ്രേസിനെ എന്ന പദത്തെ പോലും ഹല്ലേലൂയ ഡൈവേർട്ട് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു തലമുറ. രക്ഷ നഷ്ടപ്പെടുകയില്ലെന്നൊക്കെ പറയുന്നു. പക്ഷെ ദൈവവചനം ഹല്ലേലൂയ വ്യക്തമായി പറയുന്നു, പാപം ചെയ്താൽ, ദൈവത്തെ ത്യജിച്ച് കളഞ്ഞാൽ ദൈവവും പേര് മായ്ച്ചു കളയും. വചനത്തിൻ്റെ സത്യമത, വചനത്തിൻ്റെ സത്യമത. ഹല്ലേലൂയ. ഹല്ലേലൂയ. പേര് മായ്ച്ചു കളയാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവൻ്റെ പേര് ദൈവം മായ്ക്കാതെ അവൻ്റെ പേര് ജീവപുസ്തകത്തിലുണ്ടാവും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏതവര് ഈ പൊയ്യെ തള്ളിയിടുന്ന നിമിഷത്തിൽ ആ സ്വർഗത്തിൽ പേരെഴുതപ്പെട്ട നമുക്കായി സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിൻ്റെ കരുണയ്ക്കായി, ദൈവത്തിൻ്റെ ദയയ്ക്കായി, വിശ്വസ്തതയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. മായ്ച്ചു കളയുമെന്ന് പല സ്ഥലത്ത് തെളിവുണ്ട്, അല്ലേ? പഴയമത്തിൽ യിരെമ്യാവ് പുസ്തകം എടുക്കേണ്ട ഭാഗം 17 ഹല്ലേലൂയ 4 വാക്യത്തിലാണെന്ന് തോന്നുന്നു. അവിടെ എഴുതിയിട്ടുണ്ട്, ഹല്ലേലൂയ ദൈവത്തെ തേച്ച് കളയുന്നതിൻ്റെ പേർ മണ്ണിലെഴുതും, അല്ലേ? മണ്ണിലെഴുതുമെന്ന് പറഞ്ഞാൽ ഒരു മഴ പെയ്താൽ മതി, തിര വന്നാൽ മതി, അല്ലേ? മാഞ്ഞു പോവും. എന്നെ തേച്ച് കളയുന്നതിൻ്റെ പേർ ഞാൻ മണ്ണിലെഴുതും. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ പേർ ജീവപുസ്തകത്തിൽ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിൽ എനിക്കുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നദ്ധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുൻപിലും അവൻ്റെ പേർ ഞാൻ ഏറ്റുപറയും. യേശു പറഞ്ഞൊരു കാര്യമല്ലേ, ഇവിടെ പേര് പിതാവിൻ്റെ സന്നദ്ധിയിലും ദൂതന്മാരുടെ സന്നിധിയിലും ഏറ്റുപറയും. അവൻ്റെ പേരും മായ്ച്ചു കളയില്ല. സർദീസിലെ സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ 2 കൂട്ടം ആൾക്കാരെ കുറിച്ച് യേശു പരിശുദ്ധന്മാർ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്ന് ഹല്ലേലൂയ, ഒന്ന് അല്ലെ ഉറക്കിക്കിടക്കുന്ന, മരിച്ചു കിടക്കുന്നവർ, അല്ലെ? ജീവനുള്ളവൻ എന്ന് പേരുണ്ടെങ്കിലും മരിച്ചവനാകുന്നു. അവനോട് പറയുന്ന
ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. എന്നിട്ട് പറയുക ഹല്ലേലൂയ, നീ മാനസാന്തരപ്പെടുക. 3 കാര്യം അവിടെ പറയുന്നത്. ഈ പാരലൈസ് ആയി കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, തളർന്നു പോയി കിടക്കുന്ന ആൾക്കാർ, പ്രൈസ് ദി ലോർഡ്, അവർക്ക് അല്ല ഈ കഴുത്തിന് താഴെ അനക്കമൊന്നും കാണില്ല അല്ലേ, ഹല്ലേലൂയ. അങ്ങനെ പാരലൈസ് ആയി കിടക്കുന്നവർ, പക്ഷേ സംസാരിക്കാൻ പറ്റും, നാവ് കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറ്റും അല്ലേ. ഇന്ന് ആത്മമണ്ഡലത്തിൽ പാരലൈസ് ആയി കിടക്കുന്നവരുണ്ട്. ശരീരത്തിന് പ്രവൃത്തിയില്ല, നിർജീവമാണ്, പക്ഷേ ഒത്തിരി സംസാരമാണ്. ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു. ആത്മീയ കാര്യം പറയുമ്പോഴത്തേക്ക് ഒത്തിരി നാവുകളാണ്, പക്ഷെ പ്രവൃത്തിയില്ല. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പണ്ട് അനുഭവിച്ചതും അതും ഇതും എല്ലാം പറയാനുണ്ട്, പക്ഷേ അല്ലിയ ബോഡി പാരലൈസ് ആയി കിടക്കുന്ന മേഖലകൾ. അവരോട് ദൈവം അവിടെ ആദ്യം ദൂത് കൊടുക്കുക, ചാവാറായി ശേഷിപ്പിനെ ശക്തീകരിക്കുക, നീ ഉണരുക, നീ മാനസാന്തരപ്പെടുക എന്ന് വാണിംഗ് കൊടുത്തിട്ട് ഹല്ലേലൂയ അവിടെ എങ്കിലും. എന്നിട്ട് രണ്ടാമത്തെ കൂട്ടരെ കുറിച്ച് പറയാം, എങ്കിലും ഉടുപ്പ് മല്ലമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. അല്ലെ, വെള്ള ധരിക്കുക എന്ന് പറഞ്ഞാൽ പുറമേയുള്ള വസ്ത്രധാരണമല്ല. ഹല്ലേലൂയ. നമ്മുടെ എല്ലാം അങ്കി ഒരിക്കൽ കറ പിടിച്ചതായിരുന്നു അല്ലേ. ഹല്ലേലൂയ. ഈ ലോകത്തുണ്ടായിരുന്ന നമ്മുടെയൊക്കെ അങ്കി കറ പിടിച്ചതായിരുന്നു, പക്ഷേ കൃപയാൽ കുഞ്ഞാടിന്റെ രക്തത്താൽ അങ്കി ശുദ്ധീകരിച്ച് വെണ്മയാക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീതിയുടെ വസ്ത്രം ദൈവം നമ്മളെ ധരിപ്പിച്ചു. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ നീതിയുടെ വസ്ത്രത്തിൽ കറ പിടിച്ചാൽ പിശാചിന് പെട്ടെന്ന് അറിയാൻ പറ്റും അല്ലേ. യോശാ പുരോഹിതനൊക്കെ ചെന്നപ്പം കുറ്റം പറയാൻ സാത്താൻ ചെന്ന് അങ്കിൽ അല്ലയോ കറയുണ്ടെന്ന് പറയാൻ പ്രൈസ് ദി ലോർഡ് അല്ലയ ചെന്നെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പിശാച് എത്രമാത്രം നോട്ട് ചെയ്യും. അതുകൊണ്ട് ഹല്ലേലൂയ, ദൈവം നോക്കുമ്പോൾ കറ പിടിക്കാത്ത അങ്ങിയുള്ളവരായി നിൽപ്പാൻ ദൈവം ഇടയാക്കട്ടെ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ഹല്ലേലൂയ, ഇവിടെ ഹല്ലേലൂയ, എങ്കിലും ഉടുപ്പ് മല്ലമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും, അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ പിതാവിന്റെ സന്നിധിയിൽ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഞാൻ ഏറ്റുപറയും. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധിയോടെ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ പേരൊരിക്കലും മായ്ച്ചു കളയാതെ ദൈവമക്കളെ, ഹല്ലേലൂയ, ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ, ദൈവത്തെ ത്യജിച്ച് കളഞ്ഞാൽ നമ്മുടെ പേർ മായ്ക്കപ്പെടാൻ സാധ്യതയുണ്ട്. എബ്രായ ലേഖനം 6:4 ഭാഗങ്ങളൊന്നും എടുക്കണ്ട. പൗലോസ് പറയുന്നു അല്ലെ, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും ഹല്ലേലൂയ വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി ആസ്വദിച്ചറിയുകയും ചെയ്തവർ പിന്നെയും പിന്മാറ്റി തിരിപ്പോയാൽ മടക്കി വരുത്താൻ വലിയ പാടാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് തന്ന വെളിച്ചത്തിൽ ദിനംതോറും ഒരു മാനസാന്തരം. കറ പിടിച്ചില്ലേലും പലപ്പോഴും ഈ ലോകയാത്രയിൽ പൊടി പിടിക്കാൻ സാധ്യത അതിലുണ്ടായെങ്കിൽ അത് അന്നന്ന് ഹല്ലേലൂയ ഒരു മധ്യസ്ഥനായ യേശു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നമുക്കുണ്ട്. കുഞ്ഞുങ്ങളെ, അങ്ങനെ ഒരു മധ്യസ്ഥനുണ്ടെന്നാണ് യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നത് അല്ലേ. ദിനംതോറും മാനസാന്തരപ്പെട്ട ഹല്ലേലൂയ, ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരട്ടെ. അടുത്തൊരു തലമുറയെ നേടാൻ ഹല്ലേലൂയ നാം ദൈവം ചെയ്ത ഉപകാരം മറന്നു പോകാതെ എപ്പോഴും ദൈവത്തെ സ്തുതിപ്പാൻ നാം ബാധ്യസ്ഥരാണ്. 106 സങ്കീർത്തനത്തിൻ്റെ 1 ഭാഗത്തേക്ക് തന്നെ നമുക്ക് വരാം. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ എന്നേക്കുമുള്ളത്. അവൻ്റെ വീര്യപ്രവൃത്തികളെ ആർ വർണ്ണിക്കും, അവൻ്റെ സ്തുതിയൊക്കെയും ആർ വിവരിക്കും. ദൈവം ചെയ്ത ചെറുതും വലുതുമായ എല്ലാ ഉപകാരങ്ങളും ഹല്ലേലൂയ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഹല്ലേലൂയ ദൈവമക്കളായി തീരണം. അത് ചർച്ചിൽ വരുമ്പോൾ മാത്രമല്ല, കുടുംബത്തിലും ഹല്ലേലൂയ കുഞ്ഞുങ്ങളുടെ ഇടയിലും നമ്മൾ എവിടെയായിരുന്നാലും കർത്താവിൻ്റെ ഉപകാരങ്ങൾ വരുന്ന തലമുറ വർണ്ണിക്കാനിടയായി തീരണം.